ബൈബിൾ സർവേയിൽ നമ്മളിന്ന് പരിശോധിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 1 രാജാക്കന്മാരുടെ പുസ്തകമാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് അവസാനിച്ച സമയത്ത് ശലോമോൻ്റെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ശലോമോൻ്റെ ദൗത്യം തീർന്നു. ശലോമോന് ദൈവം ദീർഘായുസ് നൽകിയില്ല. കാരണം കണ്ടീഷണലായിട്ടുള്ളൊരു അനുഗ്രഹമാണ് ശലോമോന് കൊടുത്തിരുന്നത്. ഇപ്പോൾ പ്രായം എത്രയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതെല്ലാവരും ശ്രദ്ധയിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രായം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ചിലർക്കൊരു വിഷമമായിട്ട് ഇരിക്കുന്നെങ്കിൽ ഈ കാര്യം മാത്രം ഓർത്താൽ മതി. ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം എത്ര വയസ്സിലായിരിക്കും? രാജാവായപ്പം പ്രത്യക്ഷപ്പെട്ടു. എത്രാമത്തെ വയസ്സിലായിരിക്കും പ്രത്യക്ഷപ്പെട്ടത്? ബാലനായിരുന്നു. അപ്പോൾ ഏതാണെങ്കിലും 20 വയസ്സിന് താഴെയായിരിക്കും. പിന്നെ എത്ര കൊല്ലം രാജാവായിട്ടിരുന്നു? അപ്പോൾ പിന്നെ തീർന്നല്ലോ. അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാൻ ഒരു വിഷമമില്ല. 40ഉം 20ഉം കൂടെ കൂട്ടിയാൽ തന്നെ 60 എത്തുന്നുള്ളൂ. അപ്പോൾ അതിന് താഴെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 60 വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ശലോമോൻ്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ശലോമോൻ്റെ വാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 40 കൊല്ലത്തെ 12-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റേഴ്സ് 12 to 22. ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ് എന്നുള്ളത് ഓർക്കുന്നുണ്ടല്ലോ. 1 മുതൽ 1 to 11 ആൻഡ് 12 to 22. ആദ്യത്തെ 11 ചാപ്റ്റേഴ്സിലാണ് നമ്മൾ ആരെ കാണുന്നത്? ശലോമോൻ്റെയും വാഴ്ചയുടെ കാലം കാണുന്നത്. അവസാനത്തെ ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് 80 years ഓഫ് ദ 2 kingdoms, ഡിവൈഡഡ് കിങ്ഡം. ശലോമോന് ശേഷം സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. തെക്കൊരു രാജ്യം, വടക്കൊരു രാജ്യം. വടക്കുള്ള രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ, തെക്കുള്ള രാജ്യത്തിൻ്റെ പേര് യഹൂദ. വടക്കുള്ള രാജ്യത്തിൽ 10 ഗോത്രങ്ങൾ, തെക്കുള്ളതിൽ 2 ഗോത്രം. തലസ്ഥാനം ഓർമ്മയുണ്ടോ? വടക്കുള്ളതിൻ്റെ തലസ്ഥാനം ശമരിയ അല്ലെങ്കിൽ ശേഖേം. തെക്കുള്ളതിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് യെരുശലേം. 19ഉം 20ഉം രാജാക്കന്മാർ 250ഉം 300ഉം വർഷം ഭരണത്തിലിരുന്നു. ഈ ഇസ്രായേലിലെ രാജാക്കന്മാർ വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്നപ്പോൾ യഹൂദയിലെ രാജാക്കന്മാരെല്ലാം ഒരൊറ്റ കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഏത് കുടുംബത്തിൽ നിന്ന്? ദാവീദിൻ്റെ. ദൈവം ദാവീദിനോട് ചെയ്ത കൽപ്പനയുടെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് എല്ലാ ആളുകളും ആ കുടുംബത്തിൽ നിന്ന് തന്നെ. നിനക്ക് രാജഗ്രഹത്തിൽ ഇരിക്കുവാൻ, സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിൻ്റെ ഗ്രഹത്തിൽ നിന്ന് ഒരുവൻ ഉണ്ടാകാതെ ഇരിക്കുകയില്ല എന്ന് ദൈവം ചെയ്ത വാഗ്ദാനം നിവർത്തിച്ചുകൊണ്ടാണ് ദൈവം പ്രവർത്തിച്ചതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. 12-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെ. എല്ലാവരും തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിവരങ്ങൾ ശ്രദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ അത് പരിശോധിക്കുന്നതിനും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് സോളമൻ ദ കിങ്ഡം വാസ് ഡിവൈഡഡ് എന്നുള്ള കാര്യം ആദ്യം ഓർക്കുക. ശലോമോൻ്റെ മരണത്തോടു കൂടെ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. 11-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിൽ 26-ാം വാക്യം മാത്രം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. സെരേദയിൽ നിന്നുള്ള എഫ്രയീമിനായ നെബാത്തിൻ്റെ മകൻ യൊരോബെയാം എന്ന ശലോമോൻ്റെ ദാസനും. അപ്പോൾ യൊരോബെയാമാണ് ഈ 10 ഗോത്രങ്ങളുള്ള ഇസ്രായേലിനെ ഭരിക്കുന്നതിന് മുമ്പോട്ട് വന്നയാൾ. ജൊരോബെയാം, ഇംഗ്ലീഷിൽ ജെറോബാം എന്നാണ് എഴുതിയിരിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെ. അതിൽ 21 മാത്രം വായിച്ചാൽ രെഹബെയാം യെരുശലേമിൽ വന്ന ശേഷം. അപ്പോൾ ആരാണ് മറ്റേ സാമ്രാജ്യത്തിൻ്റെ രാജാവ്? രെഹബെയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, രണ്ടും നമുക്ക് ഏതാണ്ട് ഒരുപോലെ ഇരിക്കും അല്ലേ? ജെരോബെയാമും രെഹബെയാമും കേട്ടാൽ ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ബലം പിടിച്ചാലേ നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്തിരി ബലം പിടിച്ചാലും തിരക്കേടില്ല. 2 different kings and 2 kingdoms. 2 വ്യത്യസ്ത രാജാക്കന്മാരും 2 രാജ്യങ്ങളുമായിട്ട് പിരിഞ്ഞു എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ പിരിയാൻ ഇടയായത് ദൈവത്തിൻ്റെ പരിപാടി ആയിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത്. ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ കാര്യം എൻ്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു
എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് യഹോവയുടെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോയി. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിലും ഒരു സംഘട്ടനത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവിടെ വെളിപ്പെടുത്തി ഈ കാര്യം എൻ്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു. കുറച്ചുകൂടെ മുകളിലോട്ട് കയറി 15th വേഴ്സ് വായിച്ചാൽ, 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ചാൽ, ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശീലോന്യായ അഹിയാവ് മുഖാന്തരം നെബാത്തിന്റെ മകനായ യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. ഡിവിഷൻ ഓഫ് ദ കിങ്ഡം വാസ് ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്, ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ഈ സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിരുന്നു. കാരണം ദൈവം അവരോട് പറഞ്ഞ വചനം അവർ പ്രമാണിക്കാതിരുന്നത് കൊണ്ട് ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ദൈവം തന്നെ പദ്ധതിയിട്ടിരുന്നു. അതിൻ്റെ നിവൃത്തിയായിട്ടാണ് ഈ സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ രാജാവെന്ന് കേട്ട ഉടനെ ഇസ്രായേൽ എന്ന് പറയുന്ന 10 ഗോത്രങ്ങളുള്ള രാജ്യത്തിൻ്റെ രാജാവാണെന്നും, യഹൂദ രാജാവെന്ന് കേട്ടാൽ ഉടനെ 2 ഗോത്രങ്ങളുള്ള തെക്കൻ സാമ്രാജ്യത്തിൻ്റെ രാജാവാണെന്നും, ഇവർ തമ്മിലിടയ്ക്ക് യുദ്ധം ഉണ്ടാകും, ഇവർ മറ്റു പല രാജാക്കന്മാരോടും ബന്ധങ്ങളിൽ അലൈസ്. ഇപ്പം പ്രത്യേകിച്ച് അരാം രാജാവിനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും. അരാം രാജാവ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ രാജാവാണ്? സിറിയ, കിങ് ഓഫ് സിറിയ ആണ്. സിറിയയിലെ രാജാവാണ്. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അരാം, മറ്റ് ചില ട്രാൻസ്ലേഷനിലൊക്കെ സിറിയ എന്ന് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സിറിയയിലെ രാജാവ്, ഈ ഇസ്രായേലിലെ രാജാവ്, അതുപോലെ യഹൂദയിലെ രാജാവ്, ഈ രാജാക്കന്മാരെയൊക്കെ തിരിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സംഭവങ്ങളുടെ തുടർച്ച മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. ഈ രാജാക്കന്മാരുടെ പേരും ക്രമമൊന്നും ഓർമ്മയില്ലെങ്കിലും കർത്താവ് സ്വർഗത്തിലൊന്നും കയറ്റാതിരിക്കുകയല്ല. പക്ഷെ ഒരു ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കണമെങ്കിൽ ഏകദേശം ഹിസ്റ്ററി ശരിക്കും മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ക്രമമൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ആ ക്രമം ഓർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജാക്കന്മാരിൽ നിന്ന് നമ്മൾ ആത്മീയമായിട്ട് ഗ്രഹിക്കേണ്ട കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സ്പിരിച്വൽ ലേണിംഗ്. എന്താണ് സ്പിരിച്വൽ ലേണിംഗ് എന്ന് ചോദിച്ചാൽ, ഇവർ ചെയ്ത ചില അബദ്ധങ്ങൾ നമ്മൾ ചെയ്യരുത്. ഇവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അനുകരിക്കാം, അതിനെ അനുഗമിക്കാം. വേണ്ടാത്ത കാര്യങ്ങൾ അനുകരിക്കാതിരിക്കുക. അപ്പോൾ അതെന്തൊക്കെയാണ് ഇവർ ചെയ്തതെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നൊരു ചാർട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇസ്രായേൽ ഭരിച്ച എല്ലാ രാജാക്കന്മാരുടെയും അവരുടെ നന്മതിന്മ അറിയാനായിട്ടൊരു കോളം ഉണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഓൾ ഓഫ് ദം വെയർ ഈവിൾ റൂളേഴ്സ്. അവരെല്ലാവരും ചീത്ത രാജാക്കന്മാരായിരുന്നു, അവരാരും നന്മ ചെയ്തവരല്ല. അപ്പോൾ അവരെ അനുകരിക്കേണ്ടതില്ലെന്നുള്ളത് ഉറപ്പായി. എന്നാൽ യഹൂദ ഭരിച്ച രാജാക്കന്മാരെക്കുറിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ചില ആളുകൾ നന്നായിട്ട് ഭരിച്ചവരുണ്ട്, ചില ആളുകൾ ഉണർവ്, ദൈവത്തെക്കുറിച്ചുള്ള ബോധം ഒക്കെ ജനങ്ങളിൽ കൊണ്ടുവന്നവരുണ്ട്. അവരുടെ രീതികൾ നമുക്ക് തികച്ചും അനുകരണീയമാണ്. അപ്പം അവരുടെ ജീവിതത്തിലുള്ള അനുകരണീയമായ കാര്യങ്ങളും നമ്മൾ തിരസ്കരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കണ്ടുപിടിച്ച് അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ആത്മീയമായിട്ട് സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടണോ എന്ന് ദൈവം ഉദ്ദേശിക്കുന്നോ അത് ലഭിക്കും. പക്ഷേ ഈ ബൈബിളിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇതിൻ്റെ സംഭവങ്ങളുടെ പ്രോഗ്രഷനും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് രാജാക്കന്മാരുടെ സക്സഷനും അവരുടെ ചെയ്തികളും സാമ്രാജ്യത്തിൻ്റെ എക്സ്റ്റൻഷനും എല്ലാം അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒത്തിരി ഫോക്കസ് ചെയ്തില്ല. കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആത്മീയ കാര്യങ്ങളിലാണ്. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാം. അതായത് കിങ്ഡം ഡിവൈഡഡായി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. 2 കിങ്ഡത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേര് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന് നേതൃത്വം കൊടുത്തത് യൊരോബെയാമും യഹൂദയ്ക്ക് നേതൃത്വം കൊടുത്തത് രഹബെയാമും. ഇതിൽ യൊരോബെയാമിൻ്റെ സക്സഷനിൽ വന്ന എല്ലാവരും ചീത്തയായിരുന്നു എന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? വൈ ദേ വെർ ഈവിൾ? ദൈവം എന്തുകൊണ്ടാണ് അവരെ ശരിയല്ല എന്ന് മുദ്ര കുത്താൻ ഇടയായതെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് ആവശ്യമുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ യൊരോബെയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനെ ആയി പോകും. ഈ ജനം യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിക്കുവാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബെയാം എന്ന ഞങ്ങളുടെ യജമാനനിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലെ, ഇതാ നിന്നെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു.
അവൻ ഒന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിക്കുവാൻ ദാൻ വരെ ചെന്നു. അവർ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി. സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. യഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യൊരോബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു. യാഗപീഠത്തിങ്കൽ ചെന്നു. താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. താൻ നിയമിച്ച പുരോഹിതന്മാരെ അവൻ ബഥേലിൽ ആക്കി. അവൻ സ്വമേധയായി നിശ്ചയിച്ച 8-ാം മാസം 15-ാം തീയതി താൻ ബഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിനരികിൽ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു. പീഠത്തിനരികെ ചെന്ന് ധൂപം കാട്ടി. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ ഒരു ചെറിയ കാര്യം പറയേണ്ടത് ആവശ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ടൊരു ആലയം വേണമെന്നുള്ളത് അവരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. ആ അഭിലാഷം പൂർത്തീകരിച്ചു കൊടുത്തത് ശലോമോനാണ്. അതിനെ പ്രതിഷ്ഠിച്ചു. എന്നാൽ ഈ ആലയത്തിൽ പോയി ജനത്തിൻ്റെ കൊതി തീരുന്നതിന് മുമ്പേ എന്ന് വേണമെങ്കിൽ പറയാം, ആലയത്തിൽ പോയി തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം നിൻ്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്നൊക്കെ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഈ തിരുനിവാസത്തിൻ്റെ കെട്ടിടത്തിൻ്റെ മനോഹാരിതയല്ല ഈ പറയുന്നത്. ആ ആലയത്തിൽ പോയി കാരണം ദൈവം ഒരു ഗ്യാരണ്ടി കൊടുത്തിരുന്നു, ഇവിടെ എൻ്റെ കണ്ണും എൻ്റെ കാതും ഉണ്ടാകും. ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ഞാൻ അവൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ളൊരു വലിയ വ്യഗ്രതയും ഒരാവേശവും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് മാത്രമല്ല, യഹൂദന്മാരെ സംബന്ധിക്കുന്നിടത്തോളം നമ്മൾ പഠിച്ച പഴയ പാഠങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നിടത്തൊക്കെ യാഗം കഴിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും പോകാൻ പാടില്ല. ആവർത്തന പുസ്തകം നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വരും. ഡ്യൂട്രോണമി ചാപ്റ്റർ 12, 10 and 11. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത്, ആ പ്രയോഗം ശ്രദ്ധിക്കുക. ഞാനത് പഠിപ്പിച്ചപ്പം നിങ്ങൾ ആവർത്തന പുസ്തകത്തിൻ്റെ നോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണും ഫ്രം എ പ്ലേസ് ടു എ പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിന് ദൈവം ഇത്ര വാശി പിടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഭാവി കാലത്ത് ഒരാൾക്ക് അതുപോലെ ഒരു പ്രാധാന്യം വരാൻ പോവുകയാണ്. ഫ്രം എ പ്ലേസ് ടു എ പേഴ്സൺ, അതായത് ഭാവി കാലത്ത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഏകൻ നിമിത്തം മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനൊക്കെ ഉള്ളൂ. ഏത് വഴിക്കും യാഗം കഴിച്ചു, ആരെങ്കിലും ഒരു യാഗം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന് പരിഹാരം ആവുകയില്ല, ദൈവത്തോട് അടുക്കാൻ പറ്റുകയില്ല. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ. അതാരുടെ നാമമാണ്? അപ്പോൾ ഇത് ഇസ്രായേൽ മക്കൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് പറഞ്ഞത്. ഒരു പ്രാവശ്യം അല്ല പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും 13-ാം വാക്യം വായിക്കാം, നിങ്ങൾ വിട്ടുകളഞ്ഞില്ലെങ്കിൽ. നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. ഡ്യൂട്രോണമി ചാപ്റ്റർ 12 നമ്മൾ വായിക്കുന്നത്. 10, 11 വായിച്ചു, ഇപ്പോൾ 13, 14 വായിക്കുകയാണ്. 14 യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. അപ്പോൾ നിനക്ക് ബോധിച്ച സ്ഥലത്ത് കഴിക്കാൻ പാടില്ല, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് യാഗം കഴിക്കണം. 16:6 ഡ്യൂട്രോണമി 16:6, 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിസ്രൈമിൽ മതി. എനിക്ക് ആ തിരഞ്ഞെടുക്കുന്ന സ്ഥലം മാത്രം മതി. 15, 16 വാക്യങ്ങൾ അതേ അധ്യായത്തിന്റെ. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച്, യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച്. 16 നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും അല്ല ദൈവം പറഞ്ഞിട്ടുള്ളത്. ദൈവം ആവർത്തിച്ച് അവരെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. നിങ്ങൾ ദൈവത്തിന് യാഗം അർപ്പിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് തന്നെ വന്ന് ആ യാഗം അർപ്പിക്കണം. യു മസ്റ്റ് കം ടു എ പർട്ടിക്കുലർ പ്ലേസ്. ആ പ്ലേസും ആ ആലയവുമാണ് ശലോമോൻ ഇപ്പോൾ യെരുശലേമിൽ തീർപ്പിച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അങ്ങനൊരു ആലയം പണിത് വെച്ചിരിക്കുകയാണ്. അല്ല, നിങ്ങളിനി ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് പോയാൽ ഹന്നയൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവൻ ശീലോഹിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാനും അവന് യാഗം കഴിക്കുവാനും തന്റെ പട്ടണത്തിൽ നിന്നും ആണ്ടുതോറും ശീലോവിലേക്ക് പോകുക പതിവായിരുന്നു. ആണ്ടുതോറും ശീലോവിലേക്ക് പോകും. ദൈവത്തിന്റെ പെട്ടകം എവിടെയാണ് ഇരിക്കുന്നത്? അങ്ങോട്ട് 7-ാം വാക്യം കൂടെ വായിച്ചേര്.
7-ാം വാക്യം. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. സോ എവ്രി ഇയർ, ആണ്ടിൽ ഒരിക്കലെങ്കിലും ഇസ്രായേൽ മക്കൾ എവിടെയാണെങ്കിലും എവിടെ ചെല്ലണം? ഈ യെരുശലേമിൽ, ശീലോവിൽ, എവിടെ ദൈവത്തിൻ്റെ പെട്ടകവും കൂടാരവും ഇരിക്കുന്നുവോ. ഈ സമയത്ത് പള്ളി പണിതിട്ടില്ല, അല്ലെങ്കിൽ ആലയം. അതുകൊണ്ടാണ് ശീലോവിൽ ആ സ്ഥലത്തേക്ക്, പെട്ടകം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ യഹൂദനെ സംബന്ധിക്കുന്നിടത്തോളം കമ്പൽസറി ആണ്. രാജ്യം ഡിവൈഡഡ് ആയാലും എന്തെല്ലാം സംഭവിച്ചാലും അവർ ആരാധന അർപ്പിക്കണമെങ്കിൽ എവിടെ പോകണം? യെരുശലേമിൽ പോകണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ യൊരോബയാം എന്ന് പറയുന്ന ഇസ്രായേലിലെ രാജാവിന് ഒരു ആശങ്ക. എന്താണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക? നമ്മൾ വായിച്ച് കേട്ടല്ലോ. ഒരല്പം മുമ്പ് ആയതുകൊണ്ട് നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയം. ഇങ്ങനെ സ്ഥിരമായിട്ട് ആരാധിക്കാൻ യെരുശലേമിൽ പോയാൽ ജനങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ളൊരു സാധ്യത അദ്ദേഹം ഒരു മുഴം മുന്നേ എറിഞ്ഞെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇച്ചിരി മുന്നോട്ട് കയറി കാണുകയാണ്. നമ്മുടെ നാട്ടിൽ പറയാറില്ല ഒരു മുഴം മുന്നേ എറിഞ്ഞെന്ന്. അപ്പം ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തത്തെ തിരിച്ചറിയുകയാണ് അദ്ദേഹം തന്നെ മനസ്സിൽ കാണുന്ന. ഇതൊക്കെ അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? ഈ ഹൃദയം 27-ാം വാക്യം നമുക്ക് 12:20 ഫസ്റ്റ് കിങ്സ്. ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിക്കുവാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനനിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സോ എൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നുള്ള ഭയമാണ്. ദൈവത്തിൻ്റെ ആലയം നിലനിൽക്കണമെന്നും ആരാധന നടക്കണമെന്നുള്ളതൊന്നും അല്ല പുള്ളിയുടെ പ്രശ്നം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്? സ്വന്തം നിലനിൽപ്പ്. അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇനി എങ്ങനെ അധികാരം ഒഴിയാതിരിക്കാം എന്നുള്ളതാണ്. ദൈവഹിതം നിവർത്തിക്കുന്നതൊന്നും അല്ല പ്രശ്നം. അധികാരത്തിൽ കടന്നു, ഇനി ഈ കസേര എൻ്റേതാണ്, ഇവിടുന്ന് ആരും എന്നെ ഇറക്കി വിടരുതെന്നുള്ള ചിന്ത ഈ രാജാവിൻ്റെ ഹൃദയത്തിലും രാജാക്കന്മാർക്കെല്ലാം പറ്റിയിട്ടുള്ള, പൊളിറ്റിക്കൽ അതോറിറ്റിയിലേക്കൊക്കെ വരുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു വലിയ അബദ്ധമാണിത്. എനിക്ക് തോന്നുന്ന റിലീജിയസിലും ഉണ്ടായിരിക്കും, ചിലപ്പോൾ ആത്മീയ രംഗത്തും ഒക്കെ ഉണ്ടാവും. ആളുകൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജനങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയല്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല, അവരെന്നെ രാജാവായി അംഗീകരിച്ച് എൻ്റെ കീഴിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ച്. ഇത് ചരിത്രത്തിൽ നിങ്ങൾക്ക് തിരുവിതാംകൂർ ചരിത്രമൊക്കെ അറിയാമെങ്കിൽ പല രാജ്യങ്ങളുടെ ചരിത്രത്തിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ചരിത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ആളുകളെല്ലാം രാജാവിനോട് കൂറ് പുലർത്തണമെന്നുള്ളത് രാജാക്കന്മാരുടെ ഒരു വലിയ ആഗ്രഹമാണ്. ജനത്തിൻ്റെ മുമ്പിൽ അവർക്കൊരു മാന്യത വേണമെന്നുള്ളത് അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പഴയ രാജാവായ ശൗൽ അങ്ങനെ പ്രതീക്ഷിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ജനത്തിൻ്റെ മുമ്പാകെ എന്നെ ആദരിച്ച്. അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ദൈവം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത്, തനിക്ക്. അതുകൊണ്ട് അദ്ദേഹം എന്തെല്ലാം കുഴപ്പങ്ങൾ ചെയ്തു എന്നത് നിങ്ങളവിടെ വായിച്ച് കാണും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം അതിന് മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. 25-ാം വാക്യം. അനന്തരം യൊരോബയാം എഫ്രൈം മലനാട്ടിൽ ശെഖേം പണിത് അവിടെ പാർത്തു. ശെഖേം പണിതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, തലസ്ഥാനം. ശമരിയയ്ക്ക് വേറൊരു പേരുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഹി മെയ്ഡ് ഹിസ് ക്യാപിറ്റൽ സ്ട്രോങ്. ഒരു ശരിയായ തലസ്ഥാനം, ഒരു പട്ടണം പണിതു, അവിടെ പാർത്തു. അവൻ അവിടെ നിന്നും പുറപ്പെട്ടു പെനുവേലും പണിതു. പെനുവേൽ, അനദർ ടൗൺ, വേറൊരു പട്ടണവും പണിതു, പെനുവേലും പണിതു. എന്നാൽ യൊരോബയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിലായി പോകും. ഈ ജനം യെരുശലേമിലേക്ക് യഹോവയുടെ ആലയത്തിൽ ആയി പോയാൽ എന്താ കുഴപ്പം? ദൈവത്തിന്റെ ഹിതമല്ലേ അത്? ദൈവത്തിന്റെ ഹിതമല്ലേ ദാവീദ് ഗൃഹത്തിന് രാജ്യത്വം വേണമെന്നുള്ളതും ആ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരരുതെന്നും ആരാഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തുരങ്കം വെക്കാനായിട്ട് ഹീസ് മൂവിങ് സ്ട്രെയിറ്റ് അഗൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? യൊരോബയാം. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏതറ്റം വരെ, അങ്ങനെ ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് ഏതറ്റം വരെ പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം എന്ത് ചെയ്തു? 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരുശലേമിൽ പോയത് മതി. ഇസ്രായേൽ, ഇതാ നിന്നെ മിസ്രയീമിൽ നിന്ന് ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. പോരാഞ്ഞിട്ട് വീണ്ടും നമ്മൾ വായിക്കുകയാണ്, ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ നിയമിച്ചു. പിന്നെ ഒരു ഉത്സവം നിയമിച്ചു. കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവിടെ ചെല്ലാനായിട്ട് പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചു. ഇതെല്ലാം
33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച് അവൻ സ്വമേധയാ സ്വമേധയാ നിശ്ചയിച്ചു. ഹീ ഡിസൈഡഡ് ബൈ ഹിംസെൽഫ്. അവൻ സ്വമേധയാ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു. അവിടെയാണ് കുഴപ്പമുണ്ടായത്. വിത്തൗട്ട് കൺസൾട്ടിങ് ഗോഡ്, ദൈവത്തോട് കൺസൾട്ട് ചെയ്യാതെ, ദൈവവചനം നോക്കാതെ. ദൈവവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജാക്കന്മാർ രാജാവാകുമ്പോൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ ആയിക്കോട്ടെ, യഹൂദ ആയിക്കോട്ടെ, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം രാജാവാകുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ, അനേകം ഭാര്യമാർ പാടില്ല, ഒരുപാട് സ്വർണവും വെള്ളിയും വേണ്ട, കുതിര പാടില്ലാത്തതൊക്കെ പോട്ടെ, എന്ത് പാടമുണ്ട്. പിന്നെ ഒരു ലേവ്യ പുരോഹിതനെ വിളിച്ചു വരുത്തി ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി സ്വന്തം കൈ കൊണ്ട് എഴുതി അതെപ്പോഴും കയ്യിൽ വെക്കണം. അപ്പോൾ അങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് പറഞ്ഞേക്കുന്നത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒന്നിൻ്റെയും വിഗ്രഹം. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? വയലേറ്റ് ചെയ്തു. കാരണം അദ്ദേഹം തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ദൈവത്തിന് പകരം ഇതാണ് ദൈവം എന്ന് പറഞ്ഞു. അപ്പം കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയാണ്. സത്യം, യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കേ, അല്ലേ? ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കേ എന്ന് പറയുന്നത് പോലെ ഇത് വളരെ ക്ലിയറായിട്ട്, പ്ലെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദിസ് ഈസ് ദ ട്രൂത്ത്. പക്ഷേ അദ്ദേഹത്തിന് സ്വമേധയായിട്ട് തൻ്റെ ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ളത് കൊണ്ട് ആ സത്യത്തെ, ഇതാണ് സത്യത്തെ തളച്ചിടുക എന്ന് പറയുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നു. റോമാലേഖനത്തിലൊക്കെ വായിക്കുന്നില്ലേ? അവർക്കറിയാം, കാര്യം അറിയാൻ മേലഞ്ഞിട്ടല്ല, എന്നാൽ അവരുടെ അധികാരം ഉപയോഗിച്ച് അനീതി തരമായിട്ടുള്ളൊരു വഴിയിൽ സത്യത്തെ തളച്ചിട്ടിട്ട് സ്വമേധയാ അവരുടെ നിർബന്ധ ബുദ്ധി പ്രകാരം, ശാഠ്യപ്രകാരം ജനത്തെ വേറൊരു വഴിക്ക് തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് യഹോവയ്ക്ക് അനിഷ്ടമായി തീർന്നു. 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കാം. പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യെരോബിയാമിന്റെ പാപം നിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും. സോ എന്താണ് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്? അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയാം. ദൈവത്തിൻ്റെ കൃത്യമായ ആലോചന കാത്തിരിക്കാതെ സ്വമേധയാ അവരവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം അവരുടെ മേലൊക്കെ എന്തയച്ചു? ന്യായവിധി. അതുകൊണ്ട് ആലോചനകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മളൊത്തിരി ആലോചനയൊക്കെ കേൾക്കുന്ന ആലോചനകളൊക്കെ ദൈവത്തിൽ നിന്നാണോ എന്നുള്ളത് എനിക്കൊരു സംശയം. ദൈവം നമ്മളോട് മാത്രം സംസാരിക്കുമല്ലോ, അല്ലേ? പ്രവാചകന്മാർ മുഖാന്തരം മാത്രമേ സംസാരിക്കുകയുള്ളൂ. എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി പ്രവാചകന് കാണിച്ചു കൊടുക്കും. പിന്നെ എങ്ങനെ നിനക്ക് കാണിച്ചു തരും, അല്ലേ? പക്ഷെ പലരുടെയും ധാരണ ഞാൻ പ്രവാചകന് വഴി കാണിച്ചു കൊടുക്കും, നിന്നോട് പറയുകയില്ല എന്നാണ്. അങ്ങനല്ല, ദൈവം നമ്മളോട് സംസാരിക്കും. ഏത് പ്രവാചകനോട് സംസാരിച്ചാലും അത് എന്നോടുള്ള ആലോചനയാണെങ്കിൽ എനിക്ക് ദൈവത്തോടത് ചോദിച്ചാൽ അതേക്കുറിച്ച് ദൈവം എന്നോടും സംസാരിക്കും. ഐ ഹോപ്പ് യു ബിലീവ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ എന്നെ ദൈവം ഏത് വഴിക്കാണ് നടത്തുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടൊരു ബന്ധവും ദൈവത്തോടുള്ളൊരു ഇടപാടും ഒക്കെ വേണം. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആലോചനകൾ എനിക്ക് വെളിപ്പെടുത്തും. തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ അവനൊരു കാര്യവും ചെയ്യുകയില്ല. ഹി വിൽ പേഴ്സണലി സ്പീക്ക് ടു മീ. അപ്പോൾ അതിന് ശ്രമിക്കാതെ പോയതുകൊണ്ട് എന്തുണ്ടായെന്നുള്ളത് 2 പ്രവാചകന്മാരുടെ ഇൻസ്റ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിച്ചോണമെന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ യൊരോബയാം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവം അവർക്ക് കൊടുത്ത പണിഷ്മെൻറ്റ് നമ്മൾ 14-ന്റെ 16 കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും, ഇല്ലേ? ഇത് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അനീതി കൊണ്ട് സത്യത്തെ തടുത്തതിൻ്റെ ഫലമായിട്ട് ദൈവം എന്ത് ചെയ്തെന്ന് അവിടെ പറഞ്ഞേക്കെന്നറിയാവോ? ഗോഡ് ഗേവ് ദം അപ്പ്. ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു, അവരെ കൈവിട്ട് കളഞ്ഞു. അപ്പോൾ ദൈവം പലപ്പോഴും ശിക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തലയിൽ ഇടുത്തിയൊന്നും കോരിയിട്ടില്ലെന്നിരിക്കും. നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് വേറൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആളുകൾ പറയും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അവരും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നുണ്ടല്ലോ, അത് തോന്നുമ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ദൈവം അവരെ എന്ത് ചെയ്ത് കഴിഞ്ഞു? കൈവിട്ട് കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ പണിഷ്മെൻ്റ് എന്ന് ഞാൻ പറയും. കാരണം ദൈവം നമ്മുടെ പക്ഷത്തില്ലാതിരുന്നാൽ പിന്നീട് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളൊന്നും പറയാനൊക്കെയല്ല. അതുകൊണ്ട് അവരെ കൈവിട്ട് കളഞ്ഞു. ഇവിടെയും ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ന്യായ വിധി ഇവരുടെ മേൽ വന്നത്. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ, യൊരോബയാം ചെയ്ത പാപം, അല്ലെങ്കിൽ യൊരോബയാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമായിട്ട് ഈ പുസ്തകം എടുത്തു കാണിക്കുന്നത് 20 പ്രാവശ്യമെങ്കിലും ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, 14, 16 ഒന്നുകൂടെ വായിച്ചാൽ, പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യെരോബിയാമിന്റെ പാപം നിമിത്തം. ഇറ്റ് ഈസ് വൺ തിങ് ടു ഡു സിൻ ആൻഡ് ഇറ്റ് ഈസ് അനദർ തിങ് ടു മേക്ക് അതേഴ്സ് സിൻ. ഇപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്? പാപം ചെയ്തു,
മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. തനിക്ക് യെരുശലേമിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ പോകണ്ടായിരുന്നു. പക്ഷേ ഈ രാജ്യത്തുള്ളവരാരും പോകരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ജനത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അത് ദൈവം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. ഒരിക്കലും നാം മറ്റുള്ളവർക്ക് പാപഹേതുകമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ മോർ ദാൻ 20 ടൈംസ് 20-ലധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പാപം ചെയ്തു, പാപം ചെയ്യിപ്പിച്ചു. ഞാൻ ചിലതൊന്ന് വായിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 14-16 വായിച്ചു. 15-30 15-30 യെരോബെയാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തവും ചെയ്തതും ചെയ്യിപ്പിച്ചതും 34-34 അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യെരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. ചെയ്യിച്ച പാപം, ചെയ്ത പാപം, ചെയ്യിപ്പിച്ച പാപം. 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 16-2 ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി വെച്ചു. നീയോ യെരോബെയാമിന്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുക. പാപം ചെയ്യിക്കുകയും ചെയ്യുക. ഈ പ്രയോഗം നിങ്ങൾക്ക് പുസ്തകത്തിൽ ആവർത്തിച്ച് കാണാം. 2 രാജാക്കന്മാർ 3-3 വായിച്ചാൽ, 2 കിങ്സ് 2 രാജാക്കന്മാർ 3-3 ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. പാപം ചെയ്യിപ്പിച്ച, പാപം ചെയ്യുകയും പാപം ചെയ്യിപ്പിക്കുകയും, അത് വളരെ കഠിനമായിട്ട് ദൈവം ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരണം. പാപം ചെയ്തു, മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു, തന്നെ ചെയ്തു, ആ കൂട്ടത്തിൽ രസത്തിനു വേണ്ടി അനേകരെ കൂട്ടുകയും ചെയ്തു. ഇത് വളരെ ഗൗരവമായിട്ട് ദൈവം എടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരട്ടെ. അതുകൊണ്ട് ഇതാണ് യൊരോബെയാം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പാപം. അദ്ദേഹം തന്നെ പാപം ചെയ്തു, അനേകരെ പാപത്തിലേക്ക് നയിച്ചു, നല്ല വഴിക്ക് തിരിക്കുന്നതിന് പകരം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ബട്ട് ഹീ ഡിഡ്ന്റ് ഡു ദാറ്റ്. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, ഈ 2 രാജ്യങ്ങളെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്ത ഒരു 80 കൊല്ലക്കാലം ഈ 2 രാജ്യത്തും എന്ത് നടന്നു? ഡിവൈഡഡ് കിങ്ഡം, സാമ്രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം ഫോർ ദ നെക്സ്റ്റ് 80 ഇയേഴ്സ്. ആദ്യത്തെ 11 അധ്യായത്തിൽ ശലോമോൻ്റെ 40 കൊല്ലത്തെ കഥയാണ് പറഞ്ഞതെങ്കിൽ, ഇനിയത്തെ അധ്യായങ്ങളിൽ 2 രാജ്യങ്ങളിലായി ഭരിച്ച രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ 80 കൊല്ലത്തെ 80 ഇയേഴ്സ് ഹിസ്റ്ററിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ യഹൂദയിൽ 4 രാജാക്കന്മാരും ഇസ്രായേലിൽ 8 രാജാക്കന്മാരും വാണതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അവരുടെ പേരൊക്കെ നിങ്ങൾ ചാട്ട് നോക്കി കണ്ടുപിടിച്ച് കാണും എന്ന് ഞാൻ കരുതുന്നു. യഹൂദ ഭരിച്ചത് ആരൊക്കെയായിരുന്നു? യഹൂദ ഭരിച്ചവരും ഇസ്രായേൽ ഭരിച്ചവരുമായ 8, 4, 12 രാജാക്കന്മാരുണ്ട്. അതിൽ യഹൂദ ഭരിച്ചത് രഹബയാം, അബിയാം, ആസ, യഹോശാഫാത്ത്, ഈ 4 രാജാക്കന്മാരാണ്. അവരിൽ 2 പേര് വളരെ നല്ല ഭരണം വെച്ചവരാണ്, ആസയും യഹോശാഫാത്തും. അവർ ഏതാണ്ട് 66 വർഷം ഭരിച്ചതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാലഘട്ടമൊക്കെ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ തന്ന നോട്ടിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അനുകരിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഇസ്രായേലിലേക്ക് വരികയാണെങ്കിൽ അവിടെ 8 രാജാക്കന്മാർ ഭരിച്ചതായിട്ട് കാണുന്നു. യൊരോബെയാം, നാദാബ്, ബയശ, ഏല, സിമ്രി, ഒമ്രി, ആഹാബ്, അഹസ്യാവ്. ഈ രാജാക്കന്മാർ എല്ലാം കൂടെ 80 കൊല്ലമാണ്. അവരെത്ര കൊല്ലം ഓരോരുത്തരും ഭരിച്ചെന്നും ആ കാലഘട്ടത്തിൽ ദൈവാലോചന അറിയിക്കുന്നതിനായിട്ട് ദൈവം പ്രവാചകന്മാരെ ആരെയാണ് അയച്ചതെന്നും ഒക്കെ നമ്മുടെ നോട്ടിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളും എന്ന് ഞാൻ കരുതിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 17-ാം അധ്യായം. ഈ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിക്ചർ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ആദ്യത്തെ ഈ 1 മുതൽ 11 വരെ ശലോമോനെക്കുറിച്ച് പറഞ്ഞിട്ട് 12 മുതൽ 22 വരെ വിവിധ രാജാക്കന്മാരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ ആ രാജാക്കന്മാരുടെ പേര് തന്നെ ഒരു കടലാസ് നോക്കി ബലം പിടിച്ച് വായിച്ച് കാണാം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ മങ്ങാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം 17-ാം അധ്യായത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാവുണ്ട്. എല്ലാവരും ഓരോ ഇതുവരെ മിണ്ടാതിരുന്നവരുമൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാവ്. അപ്പോൾ ഇനിയുള്ള അധ്യായങ്ങൾ 17 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകന്, അല്ലെങ്കിൽ ദൈവം ഈ രാജഭരണ കാലഘട്ടത്തിൽ ഈ ദൈവം ജനത്തെ വിട്ട് ജനം ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയും യെരുശലേം ദേവാലയത്തിൽ വരാതെ അവർ ദാനിലും ബഥേലിലും ഒക്കെ കാളക്കിട്ടിയൊക്കെ ആരാധിക്കാനായിട്ട് പോവുകയും ലേവ്യരല്ലാത്ത പുരോഹിതന്മാർ
ശുശ്രൂഷിക്കുകയും ഉത്സവം ആചരിക്കുകയും പാപം ചെയ്യിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം മനം നൊന്തിട്ട് എന്ത് ചെയ്തു? തൻ്റെ പ്രവാചകന്മാരെ അയച്ചു. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരുടെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഏലിയാവ്. ഇസ്രായേലിലായിരുന്നോ യഹൂദയിലായിരുന്നോ? ഇപ്പോൾ ഇത്ര ഉത്സാഹം ഇല്ല. ഉത്സാഹം പോയത് കണ്ടോ? അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കണ്ടുപിടിച്ചത് ഏതായാലും സ്തോത്രം. ഇപ്പോൾ ദൈവം യഹൂദയിലാണോ ഇസ്രായേലിലാണോ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചത്? ഇസ്രായേൽ. എന്തുകൊണ്ട്? അവിടെയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ആവശ്യമായിരിക്കുന്നത്. ദൈവം ഒരിക്കലും അനീതിയുള്ളവനല്ല. ദൈവം തൻ്റെ ജനത്തെ നേർവഴിക്ക് നടത്തുവാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലും ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ തന്നെ വരികയുള്ളൂ. യഹൂദയിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അവർക്ക് യെരുശലേം ദേവാലയമുണ്ട്, ആരാധിക്കാൻ പോകാനായിട്ട് സൗകര്യമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു 66 കൊല്ലം, ആകെ 80 കൊല്ലത്തെ ചരിത്രം പറഞ്ഞു. അതിൽ 66 66 കൊല്ലം എന്ന് പറഞ്ഞാൽ 80 നിന്ന് 66 കുറച്ചാൽ പിന്നെ എത്ര കൊല്ലമുണ്ട്? കണക്കറിയാമോ നോക്കട്ടെ ആർക്കെങ്കിലും? അപ്പോൾ വളരെ ഒരു ചെറിയ ഇയറിൽ മാത്രമേ ദൈവാരാധനയ്ക്ക് ഒരു മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മേജർ ചങ്ക് ഓഫ് ദ ടൈം 66 വർഷവും അവിടുത്തെ ആളുകൾ യഹോശഫാത്തിൻ്റെയും ആസയുടെയും നേതൃത്വത്തിൽ ആരെ ആരാധിച്ചു? ദൈവത്തെ ആരാധിച്ചു. യെരുശലേം ദേവാലയത്തിൽ പോയി ആ കഥയൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ അവിടെ ദൈവത്തിന് അത്രയും അറിയാനില്ല. അപ്പോൾ ദൈവത്തിനിപ്പം ഭാരം ആരെക്കുറിച്ചാണ്? ഇസ്രായേലിനെ കുറിച്ചാണ്. അതുകൊണ്ട് അവിടെ ദൈവം ആരെ എഴുന്നേൽപ്പിച്ചു? ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ മിക്കവാറും നിങ്ങൾ എന്നെ ഓടിക്കും. കാരണം ഏലിയാവിനെക്കുറിച്ച് പ്രസംഗം കേട്ടിട്ടില്ലാത്തവരും പ്രസംഗിക്കാത്തവരും ആരും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് എളുപ്പമായി നമുക്ക് 2 രാജാക്കന്മാരിലേക്ക് പോകാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രം അത്യാവശ്യമായിട്ട് ഏലിയാവിനെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കം ഏലിയാവിൻ്റെ ജീവചരിത്രം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ബൈബിൾ സർവേയിൽ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതും ഒക്കെ ആയതുകൊണ്ട് ഐ ലീവ് ഇറ്റ് ടു സെൽഫ് സ്റ്റഡി. നിങ്ങൾ സ്വയമായിട്ട് പഠിക്കാൻ അത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. എന്നാൽ ഏലിയാവിനെക്കുറിച്ച് അത്യാവശ്യം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാതെ പോകാൻ ഒക്കുകയില്ല. കാരണം ഇത്ര അധ്യായങ്ങൾ ഈ ഒരാളുടെ ജീവചരിത്രം പറയാൻ വേണ്ടി ദൈവം മാറ്റി വെച്ചതുകൊണ്ട് ഒന്നും പറയാതിരുന്നാൽ അത് അനീതിയാവും, ശരിയാവുകയില്ല എന്നുള്ളതുകൊണ്ട് certain വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അവസാനത്തെ 6-7 അധ്യായങ്ങൾ ഈ പ്രവാചകനെക്കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമം വിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദ ന്യൂ ടെസ്റ്റമെൻറ്റ് സ്പീക്സ് അബൌട്ട് എലൈജ മോർ ദാൻ എനി അതർ പ്രോഫറ്റ്. പുതിയ നിയമം പഴയ നിയമത്തിലെ ഏത് പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഏലിയാവിനെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏലിയാവ് പ്രവാചകന്മാരുടെ റെപ്രസെൻറ്റേറ്റീവാണ്. മറുരൂപമലയിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ പ്രത്യക്ഷപ്പെട്ട 2 ആളുകളിൽ ഒരാൾ ഏലിയാവാണ്, മറ്റേയാൾ മോശയാണ്. എന്താ ഇത് കാണിക്കുന്നത്? ന്യായപ്രമാണവും പ്രവാചകന്മാരും കൃപയും അല്ലെങ്കിൽ സുവിശേഷവും, ഇത് 3 കൂടാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രോഗ്രാം നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യം സുവിശേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുവാൻ ആർക്കാണ് യോഗ്യതയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ. കാരണം അവരൊക്കെയാണ് വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും വേദപുസ്തകത്തിൽ സ്ഥായിയായ സ്ഥാനം പിടിച്ചിട്ടുള്ളതും. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിൽ സ്ഥലം പിടിച്ചിരിക്കുന്നത് വലിയ പുസ്തകം എഴുതിയ ആളല്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ശുശ്രൂഷിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏലിയാവ്. അത് മാത്രമല്ല, യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ പറഞ്ഞത് അവൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഇനിയും ഏലിയാവ് ഒന്ന് വരികയും ചെയ്യും. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ എലൈജ വിൽ കം എഗെയിൻ. അതുകൊണ്ട് ഏലിയാവ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രവാചകനും ചരിത്ര പുരുഷനും ആണെന്നുള്ള കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ ഈ പ്രവാചകനെക്കുറിച്ച് ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ പ്രവാചകനെക്കുറിച്ച് പഠിക്കണം. അത് മാത്രമല്ല, പഴയ നിയമത്തിലെ ഒരു ഗ്രൂപ്പ്, ഈ ബൈബിളെന്ന് പറയുന്നതിൻ്റെ 1/3 ഈസ് പ്രോഫസി. ബൈബിളിൻ്റെ 1/3 ഭാഗം പ്രവചനമാണ്. അല്ല, നിങ്ങൾ പുസ്തകങ്ങൾ മാത്രം നോക്കിയാൽ പഴയ നിയമത്തിലെ 17 പുസ്തകങ്ങൾ തന്നെ എന്താണ്? പ്രവചനമാണ്. സങ്കീർത്തനത്തിൽ മശിഹാ സങ്കീർത്തനങ്ങൾ ധാരാളം കിടക്കുന്നു. സോ അത് പ്രവചനമാണ്. അതുപോലെ മറ്റു പല പുസ്തകങ്ങളിലും
പ്രവചനം ധാരാളം കിടക്കുന്നു. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം തീർത്തും പ്രവചനമാണ്. അങ്ങനെയാണെങ്കിൽ 66-ൽ ഒരു 20 വെച്ച് ഹരിച്ചാൽ എത്ര കിട്ടും? ഇടയ്ക്കിടയ്ക്ക് കണക്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ? അപ്പം 1/3 ഏകദേശം കിട്ടുന്നില്ലേ? അപ്പം 1/3 ഓഫ് ദ ബൈബിൾ ഈസ് പ്രോഫസി. ഈ പ്രവാചകന്മാരെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നത് ഏലിയാവാണ് എന്നുള്ള കാര്യം, ഏലിയാവിൻ്റെ സ്ഥാനം വളരെ വലുതാക്കി നിർത്തുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ ശുശ്രൂഷ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രവാചകൻ ആരുടെ മകനായിരുന്നു, എവിടുന്ന് വന്നു, എന്ത് ചെയ്തു, പശ്ചാത്തലം എന്തായിരുന്നു, ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഓരോ പ്രവാചകന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മുടെ ബൈബിൾ സർവേയിൽ കർത്താവ് വന്നില്ലെങ്കിൽ നമ്മൾ പ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ യെശയ്യാവിനെക്കുറിച്ചും യിരെമ്യാവിനെക്കുറിച്ചും അല്ലേ, യെഹെസ്കേലിനെക്കുറിച്ചും ഓബദ്യാവിനെക്കുറിച്ചും ഒക്കെ, യോനയെക്കുറിച്ചും മീഖയെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോഴൊക്കെ ഈ പ്രവാചകന്മാർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നു, എന്തായിരുന്നു അവരുടെ, ഇതൊക്കെ പറയേണ്ടി വരും. എന്നാൽ അങ്ങനെ പറയാൻ വകുപ്പില്ലാത്തൊരു പ്രവാചകനാണ് ആര്? ഏലിയാവ്. ഹി സഡൻലി അപ്പിയേഴ്സ്, പെട്ടെന്ന് 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ എങ്ങനെ നമ്മൾ കാണുന്നത്? ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് തിശ്ബ്യനായ ഏലിയാവ് അഹാബിനോട്. അപ്പോൾ നമ്മളവിടെ പെട്ടെന്ന് സ്റ്റോപ്പ് ഹൂ ഈസ് ദിസ് എലൈജ എന്ന് ചോദിച്ചാൽ നമ്മൾ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് സീൻ മാറുന്നത് പോലെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, രാജാക്കന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു, പെട്ടെന്ന് സീൻ മാറി പുതിയൊരു ക്യാരക്ടർ അപ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ ലഭ്യമാണോ? ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അതുപോലെ ഇദ്ദേഹം എങ്ങനെയാണ്, എപ്പോഴാണ് മരിച്ചത്, എന്നാ രോഗമായിട്ട് കിടന്നതെന്നൊക്കെ ചോദിച്ചാൽ അതും ഒന്നും ലഭ്യമല്ല. ഹി സഡൻലി കംസ് ആൻഡ് ഹി സഡൻലി ഡിസപ്പിയേഴ്സ്. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. വന്നതും പോയതും ആരും അറിയാത്തതുപോലെ പെട്ടെന്നൊരു പ്രത്യേക തരത്തിലാണ്. സഡൻലി കംസ്, സഡൻലി ഗോസ്. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിമയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അപ്പോൾ പെട്ടെന്ന് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നു, പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പുസ്തകങ്ങൾ എഴുതുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ പരിപാടികളൊന്നും നടത്തുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ മേടുകളിലൊക്കെ വെളിച്ചം പകരാനായിട്ട് ദൈവം ഒരുക്കി വെച്ച ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. ദൈവം ആളുകളെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയൊക്കെ ദൈവം ഇപ്പം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഗോഡ് ഈസ് പ്രിപ്പയറിങ് പീപ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ചരിത്രവും നമ്മുടെ ശുശ്രൂഷയും ഒന്നും ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും. ബട്ട് ഗോഡ് ഈസ് പ്രിപ്പയറിങ് ആൻഡ് എ ടൈം വിൽ കം വെൻ നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന ഒരു സമയം പെട്ടെന്ന് വരും, ആഗതമാകും. ഈ ഏലിയാവിനെ എവിടെയോ ദൈവം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നിരിക്കണം, ഇല്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഏലിയാവിന് അങ്ങനെ ഒരു ഒരുക്കവും ഒരു തുടക്കവും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഒന്നും പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഇതിനു മുമ്പ് നമ്മളിത് വായിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ വായിക്കാം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. അപ്പം ദൈവത്തിൻ്റെ പൂണിയിൽ ഒരുപാട് അമ്പുകളുണ്ട്. ദൈവത്തിൻ്റെ പൂണിയിൽ ഒരുപാട് അമ്പുകളുണ്ട്. ഇതൊക്കെ മിനുക്കി മൂർച്ചയുള്ള വാളാക്കി ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാതെ ഇത് എൻ്റെ കയ്യിൽ ഇത്രയും മിസൈലുകളുണ്ട്, ഇത്ര ആറ്റം ബോംബുണ്ട്, ഒരെണ്ണം ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചൊന്നും ദൈവത്തിന് ആരെയും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ദൈവം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചരിത്രം ഇനി മുമ്പോട്ട് പരിശോധിച്ചാൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ പ്രതിസന്ധിയെ നേരിടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചിരുന്ന അസ്ത്രങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. ഇല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ പഠിച്ചു വരികയാണെങ്കിൽ, അപ്പോൾ പുറപ്പാടിലേക്ക് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ ക്ഷാമം വരുന്നുണ്ടായിരുന്നു. ആ ക്ഷാമത്തെ നേരിടുവാനായിട്ട് ദൈവം ഒരു മിനുക്കിയ അമ്പിനെ പൂണിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ജോസഫ്. ഒരു അടിമത്തത്തിൽ പോയപ്പോൾ അവരെ വിടുവിക്കാൻ വേണ്ടി ദൈവം ഒരു അമ്പ് മിനുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മോശ. അല്ലേ? മോശയെക്കുറിച്ച് നമ്മൾ കുറേ കാലത്തേക്കൊന്നും കേൾക്കുന്നില്ല. ബട്ട് ഹി വാസ് അണ്ടർ ട്രെയിനിങ്. ദൈവം അതിനെ മിനുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിനെ രാഗിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജാക്കന്മാരെ കൊടുത്തു. രാജാക്കന്മാരുടെ കാലത്ത് അശുദ്ധാത്മാവ് ബാധിച്ച് ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച ശൗലിൻ്റെ കാലഘട്ടത്തിൽ ദൈവം ഒരു അമ്പിനെ മിനുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പേരാണ്
ദാവീദ്. ഇങ്ങനെ നിങ്ങൾക്ക് ചരിത്രത്തിൽ ഒരുപാട് മിനുക്കിയ അമ്പുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഞാൻ ദാവീദിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ദാവീദ് ഒരു ശില്പമാണെങ്കിൽ ദാവീദിനെ മിനുക്കിയെടുത്ത പൊത്തിയെടുത്ത ഉളി ആരായിരുന്നു? ശൗലായിരുന്നു എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ദൈവം അവിടെ ശൗലിനെ കൊണ്ട് ദാവീദിനെ എന്ത് ചെയ്യുമായിരുന്നു? രാഗി മൂർച്ചയുള്ളവനാക്കി റെഡിയാക്കി തൻ്റെ പൂണിയിൽ വെച്ചിരിക്കുകയായിരുന്നു. തക്ക സമയം വന്നപ്പോൾ അവനെ എടുത്ത് പ്രയോഗിച്ചു. മോശ മരിക്കാറായപ്പോൾ ദൈവം ഒരമ്പ് തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് യോശുവ. അപ്പോൾ ദൈവത്തിൻ്റെ വേല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരാളില്ലാത്ത പ്രശ്നം ദൈവത്തിന് ഒരിക്കലും ഇല്ല. ദൈവം ആവശ്യമുള്ള ആലോചനക്കാരെയും പ്രവാചകന്മാരെയും പ്രവർത്തകരെയും സുവിശേഷകന്മാരെയും ഇടയന്മാരെയും ഒക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ പോയാൽ പിന്നെ ആരാണ്, ഇതൊക്കെ എങ്ങനെ നടക്കും? ചിലപ്പോൾ ചിലർ പറയും എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞു കളയും. കാരണം ഞാനാണ് സ്റ്റേറ്റ്, ഞാനില്ലെങ്കിൽ ഈ സഭയില്ല, ഈ പ്രസ്ഥാനമില്ല. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ശരിയാക്കി അവരെ ശുശ്രൂഷയൊക്കെ ഒന്ന് പരിശീലിപ്പിച്ച് അവരുടെ കയ്യിലേക്ക് ചോരയും നീരും കൊടുത്ത് ഉണ്ടാക്കിയ മിനിസ്ട്രിയാണ്. ഇതൊക്കെ ആരെങ്കിലും കൊണ്ടുപോകാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ആലോചനയും ഒരു പരിപാടിയും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ സമയത്തും ദൈവം കണ്ടുവച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അസ്ത്രങ്ങൾ ഉണ്ട്. ആ അസ്ത്രങ്ങൾ ദൈവം ശക്തിയായിട്ട് തന്നെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഏലിയാവ് എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് ഒരു കൊള്ളിമീൻ പോലെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു പെട്ടെന്ന്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന അദ്ദേഹം വന്ന് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, അപ്പോൾ ആഹാബിൻ്റെ കൊട്ടാരത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. പെട്ടെന്ന് സീൻ നമ്പർ എന്നല്ലോ നിങ്ങൾ നാടകത്തിനോ സിനിമയ്ക്കോ ഇടുകയാണെങ്കിൽ ഇപ്പോൾ സീൻ രാജകൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ആൾ പെട്ടെന്ന് വരുന്നു. എന്നിട്ട് എന്താ പുള്ളി പറയുന്നത്? ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ സേവിച്ച് നിൽക്കുന്ന, എനിക്ക് ആ പ്രയോഗമാണ്, ബിഫോർ ഹും ഐ സ്റ്റാൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ദ ഗോഡ് ബിഫോർ ഹും ഐ സ്റ്റാൻഡ്. ഞാൻ ആരുടെ മുമ്പിൽ നിൽക്കുന്നുവോ അപ്പോൾ എന്താണ് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല. നമ്മളിന്ന് രാവിലെയും ചിന്തിച്ചതുപോലെ അവനോട് കൂടെ ഇരിക്കുക. അവനോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കാത്തുകൊണ്ട് വളരെ ക്ഷമയോടെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഏലിയാവേ യുവർ ടൈം ഹാസ് കം, യു ഗോ. നിൻ്റെ സമയമായിരിക്കുന്നു, നിനക്ക് പോകാം. അപ്പോഴാണ് ഏലിയാവിനെ ദൈവം അയക്കുന്നത്. ജോസഫിനോട് പറഞ്ഞു, കാരാഗൃഹത്തിൽ കിടന്നത് മതി, നിൻ്റെ സമയമായിരിക്കുന്നു, രാജകൊട്ടാരത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. സോ സച്ച് എ ടൈം വിൽ കം. ആ സമയം വരുന്നവരെ ക്ഷമയോടെ, വളരെ വിഷമമുള്ളൊരു കാര്യമാണ്, പറയാനേ ഉള്ളൂ എളുപ്പം. ക്ഷമയോടെ കാരാഗൃഹത്തിലാണെങ്കിലും ഏതെങ്കിലും ഗുഹയ്ക്കകത്താണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് ക്ഷമയോടെ ഇരിക്കണം. അറ്റ് ദി അപ്രോപ്രിയേറ്റ് ടൈം ഗോഡ് വിൽ ടേക്ക് യു ആൻഡ് യൂസ് യു. ദൈവം നിങ്ങളെ എടുത്ത് അങ്ങനെ ഉപയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ആര്? ഏലിയാവ്. മറ്റ് പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഏലിയാവിൻ്റെ അറിയാം. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. താൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നുള്ളത് പിതാവില്ല, മാതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല എന്നൊക്കെ നമ്മൾ മൽക്കീസേദെക്കിനെ കുറിച്ചൊക്കെ വായിക്കുന്നത് പോലെ ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ പാടെ ഉള്ള ഒരു ദൗത്യം മാത്രമാണ്. മക്കളില്ല, പ്രസ്ഥാനമില്ല, പരിവാരമില്ല, ആനയില്ല, അമ്പാരിയില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെന്ന് തോന്നുന്നു. ആകെ അദ്ദേഹം കൊടുത്ത ഒരു ദൈവം കൊടുത്ത ഒരു ദൗത്യം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കിയൊന്നും ഇവൻ ആരാണ്, എവിടുന്ന് വന്നവനാണ്, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഒന്നും പറയാനില്ല. തിശ്ബിയനായ ഏലിയാവ്. അവനോട് ചോദിച്ചാൽ അവന് പറയാനുള്ളത് ബിഫോർ ഹും ഐ സ്റ്റാൻഡ്. ഞാൻ ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുവോ ആ അഡ്രസ്സാണ് എനിക്ക്. എൻ്റെ അഡ്രസ്സ് ഞാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവനാണ്. അപ്പോൾ എവിടെയോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ മനന്നൊന്ത് ഇവിടെയല്ല. ഇപ്പം നമ്മൾ എവിടെയാണ്? ഇസ്രായേലിലാണ്. ഓക്കെ, ഞാൻ ഓർത്ത് നിങ്ങൾ യഹൂദയിലേക്ക് പോകുമായിരിക്കും. ഇസ്രായേലിലെ ഈ 10 ഗോത്രങ്ങളുള്ള രാജ്യത്ത് ദാനിലും ബഥേലിലും ഒക്കെ വിഗ്രഹങ്ങൾ വെച്ച് രാജാവിൻ്റെ നേതൃത്വത്തിൽ ഉത്സവങ്ങളും ലേവ്യരല്ലാത്ത പുരോഹിതന്മാരുടെ ആരാധനയും ആഘോഷങ്ങളും സ്വമേധയായിട്ടുള്ള യാഗങ്ങളും ഒക്കെ കണ്ട് മനന്നൊന്ത് എവിടെയോ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഏലിയാവ്. അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിച്ച് കാണും. അപ്പോഴാണ് അവൻ പറയുന്നത്, ഞാൻ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല നിന്നത്. ഞാൻ എവിടെയാണ് നിന്നത്? ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ. അത് തെളിയിച്ചു കൊടുത്തല്ലോ പിൽക്കാലത്ത്. അവൻ തെളിയിച്ചു കൊടുത്തു, ഞാൻ വിളിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം എന്ന്
ഒരു ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ തനിക്കത് തെളിയിക്കാനായിട്ട്. എത്ര അധികം ബാലിൻ്റെ സേവകന്മാരുണ്ടായിരുന്നു അവരെ ഒരൊറ്റയാനായിട്ട് ചലഞ്ച് ചെയ്യുവാൻ കഴിഞ്ഞത്. താൻ ഈ ദൈവത്തെയാണ് സേവിക്കുന്നത്, അത് ജീവനുള്ള ദൈവമാണെന്നുള്ള ആഴമായ ഉറപ്പ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പാരമ്പര്യമോ നമ്മൾ എവിടുന്ന് വന്നെന്നുള്ളത് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ആരെ സേവിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയുധമായിട്ട് ഇരിക്കുമോ എന്നുള്ളതും സുപ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഏലിയാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹി വാസ് എ പ്രോഫറ്റ് ഓഫ് ഡീഡ്സ് റാദർ ദാൻ എ പ്രോഫറ്റ് ഓഫ് വേർഡ്സ്. സംസാരിക്കുന്ന ആളെന്നുള്ളതിനേക്കാൾ ഉപരി പ്രവർത്തിക്കുന്നവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിറക്കിൾസ്, അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു സക്സഷൻ തന്നെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. പുസ്തകം എത്ര എണ്ണം എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും എഴുതിയില്ല. നമ്മളോട് പലരോടും ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എഴുതണമെന്നാണ്. കാരണം പുസ്തകം എഴുതിയാലേ ആളെല്ലാവരും അറിയുള്ളൂ. നമ്മുടെ ആശയങ്ങളൊക്കെ തലമുറ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കും. എന്നോടും പലരും പറയുന്നുണ്ട് ഒരു പുസ്തകം എഴുതണം. എനിക്ക് ഇന്ന് വരെ ദൈവത്തിൻ്റെ ഒരു നിയോഗം കിട്ടാത്തതുകൊണ്ട് എഴുതിയിട്ടില്ല. ഞാൻ പറയുന്നത് ഈ പുസ്തകം എഴുതുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം, പക്ഷേ ഈ അടുത്ത തലമുറയിൽ എൻ്റെ ആശയമായിരിക്കുമോ നിലനിൽക്കുക എന്ന് ആർക്കറിയാം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം, അപ്പം ഓരോ തലമുറയിലും പിന്നെ ദൈവത്തിന് എല്ലാ തലമുറയിലും ഉപയോഗിക്കാനുള്ളൊരു പുസ്തകം നേരത്തെ എഴുതിയിട്ടുണ്ട്. ഏത് പുസ്തകം അത്? വേദപുസ്തകം. ഈ പുസ്തകമുണ്ട്, ഇത് പുസ്തകങ്ങളുടെ പുസ്തകമാണ്. ഈ പുസ്തകം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എഴുതി കൂട്ടുന്ന കുറേ പുസ്തകങ്ങൾക്കല്ല പ്രസക്തി എന്നുള്ളത് കൊണ്ട് ഞാൻ പുസ്തകം എഴുതുകയില്ലെന്ന് പറഞ്ഞാൽ ആരും വിചാരിക്കണ്ട. പുസ്തകം എഴുതിയില്ലോ എന്നുള്ളതല്ല. ഏലിയാവ് എത്ര പുസ്തകം എഴുതി, അതാണല്ലോ നമ്മുടെ വിഷയം. ഏലിയാവ് എത്ര പുസ്തകം എഴുതി? ഒരു പുസ്തകം എഴുതിയില്ല. പക്ഷെ ദൈവം തന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ഒരു പ്രവർത്തികളുടെ പ്രവാചകൻ എഴുത്തിൻ്റെ പ്രവാചകനല്ല. എഴുത്തുകൾ എഴുതിയ പ്രവാചകന്മാരെക്കാൾ, പുസ്തകങ്ങൾ രചിച്ച പ്രവാചകന്മാരെക്കാൾ ദൈവം മാനിച്ച് ഒരു പ്രവാചകന്മാരുടെ പ്രതിനിധിയായി നിർത്താൻ ആഗ്രഹിച്ചത് എഴുതിയ ആളെ അല്ല, പ്രവർത്തിച്ച ആളെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതും പ്രവർത്തിച്ചത് എങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഒരു ദേശത്തെ മുഴുവൻ ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. നമ്മളോടെങ്ങാനും അങ്ങനെ പോയി നമ്മുടെ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡൻറ്റിൻ്റെയോ മുമ്പിൽ പോയി പ്രവചിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ, കർത്താവെ ആ ഒരു ജോലി മാത്രം എന്നോട് പറയരുതേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പ്ലീസ് ഇമാജിൻ. അപ്പോൾ ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു ദൗത്യം അല്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഏതാണെങ്കിലും അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു. ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം കർമ്മേലിൽ താൻ നടത്തിയ യാഗം, ഇതെല്ലാം നമ്മളുടെ. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വിടുകയാണ്. അതും പഠിപ്പിക്കാനിപ്പോൾ സമയം എടുക്കുന്നില്ല. ഏലിയാവിന് പ്രാർത്ഥനാ ജീവിതമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്രയും കാലമൊക്കെ എന്ത് ചെയ്യുകയായിരുന്നെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, അതാണ് ഞാൻ എന്താ പറഞ്ഞത്, ബിഫോർ ഹും ഐ സ്റ്റാൻഡ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട് അദ്ദേഹം അതിനെതിരെ മെമ്മോറാണ്ടം സമർപ്പിക്കാനോ സമരം സംഘടിപ്പിക്കാനോ രാജാവിനെ ബോധവൽക്കരിക്കാനോ ഒന്നും പോയില്ല. എങ്ങോട്ടാണ് പോയത്? ദൈവസന്നിധിയിലേക്ക് പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരസ്യമായിട്ടൊരു കാര്യം ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന. അപ്പോൾ രഹസ്യത്തിൽ അതിനേക്കാൾ ചെറുതോ? അല്ല. ഹി സ്പെൻഡ് അവേഴ്സ് ഇൻ പ്രയർ. ദൈവസന്നിധിയിൽ വളരെയധികം സമയം അദ്ദേഹം പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു പബ്ലിക്കായിട്ടുള്ളൊരു പ്രയറിൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് 2 സെൻറ്റൻസ് പ്രാർത്ഥിക്കാനേ ഉള്ളൂ. ദൈവമേ, നീയാണ് യഥാർത്ഥ ദൈവം, ഞാൻ നിന്നെയാണ് സേവിക്കുന്നത്, നീ യഥാർത്ഥ ദൈവമെന്ന് ഈ ജനത്തിന് ബോധ്യപ്പെടുവാനും അവരുടെ ഹൃദയം അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിയുവാനും തീ കൊണ്ട് ഉത്തരം അരുളണമേ. ഇൻസ്റ്റൻറ്റേനിയസ്ലി ആകാശത്ത് നിന്ന് തീ ഇറങ്ങി യാഗവസ്തുവിനെയും യാഗപീഠത്തെയും അവിടെ ഒഴിച്ച വെള്ളത്തെയും കല്ലുകളെയും എല്ലാത്തെയും ദഹിപ്പിച്ചു കാണും. അപ്പോൾ ഈ ഒരു ചെറിയ പ്രാർത്ഥനയെ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ പിന്നിൽ എത്ര അധിക സമയം അദ്ദേഹം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പബ്ലിക് പ്രയർ ആൻഡ് പ്രൈവറ്റ് പ്രയർ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പഠിക്കണം. ഏലിയാവിൻ്റെ രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും. രഹസ്യ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു ഉദാഹരണമുണ്ട്. അത് പക്ഷേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നെനിക്കറിയാൻ പാടില്ല. മഴ പെയ്യാൻ വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീ ഇറങ്ങാൻ വേണ്ടി മാത്രമല്ല,
മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? എത്ര പ്രാർത്ഥിച്ചു? 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. തല എവിടെയായിരുന്നു? മുഴങ്കാലുകളുടെ ഇടയിലായിരുന്നു. എന്നിട്ട് ഓരോ പ്രാവശ്യവും ദാസനോട് പറഞ്ഞു, പോയി നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഓരോ പ്രാവശ്യം അവൻ വന്ന് പറഞ്ഞു, ഒന്നും ഒരു ചുക്കും കാണുന്നില്ല. അവസാനം പറഞ്ഞു, കൈപ്പത്തി പോലൊരു, ഇതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ, കൈപ്പത്തി പോലൊരു മേഘം. അപ്പോൾ എന്താ പറഞ്ഞത്? വലിയ മഴയുടെ, അപ്പോൾ അദ്ദേഹം ഇത് കേട്ടു. എവിടെ കേട്ടു? വലിയ മഴയുടെ മുഴക്കം എവിടെ കേട്ടു? ആത്മാവിൽ. അല്ല, ആകാശത്ത് തന്നെ കേട്ട് കാണും. ആത്മാവിലും ആകാശത്തിലും അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം രഥത്തിൻ്റെ മുമ്പിൽ ഓടി. ഇതൊക്കെ ഭയങ്കരമായ കാര്യങ്ങളാണ്. ഇങ്ങനൊന്നും ഒരാളും കുതിരയേക്കാൾ കാലാളോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ പിന്നെ എങ്ങനെ കുതിരകളോടൊക്കെ ഇങ്ങനെ മത്സരിച്ച് ഓടുമെന്ന് യിരെമ്യാവ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ധൈര്യമുള്ളത് ഈ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. ഏത് പ്രവാചകൻ? ഏലിയാവ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓടാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുമ്പിൽ ഓടി. ഭക്ഷണമാണെങ്കിൽ കുറേ ദിവസമായിട്ട് കഴിച്ചിട്ടുമില്ല. ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ട് ഈ 2 പ്രാർത്ഥനകളും കൂടി നീ ഒന്ന് പഠിക്കണം. ഏതാ? മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും തീക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എക്സാമ്പിൾ ഫോർ പ്രൈവറ്റ് പ്രെയർ, തീക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പബ്ലിക് പ്രെയർ. എല്ലാവരും കാണുകയാണ് പ്രാർത്ഥിക്കുന്നത്, ചെറിയ പ്രാർത്ഥന. എന്നാൽ രഹസ്യമായിട്ട് താൻ വളരെയധികം സമയം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ ചെറിയ പ്രാർത്ഥന മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചത്. സോ ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. അദ്ദേഹം എ മാൻ ഓഫ് ഡീഡ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ എ മാൻ ഓഫ് പ്രെയർ, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ആയിരുന്നു. അതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഈ രാജാവിന് എപ്പോഴും ഒരു ഭീഷണിയായിരുന്നു, അല്ലേ? താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ രാജാവിന് ആകപ്പാടെ കാണാൻ പാടില്ലാഞ്ഞത് ഏലിയാവിനെ. എന്തുകൊണ്ട്? ഏലിയാവ് വന്നാൽ ഈ അന്യദൈവങ്ങളെ ആരാധിക്കുന്നത് എനിക്കെതിരെ എന്തെങ്കിലും പറയാതെ പോകുകയല്ലെന്നും ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്നും തീർച്ചയായിട്ടും അവന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പേടിച്ച. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ, നമുക്ക് ഏലിയാവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മറന്നു പോകണ്ട. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അപ്പം നമുക്ക് ഏലിയാവായിട്ട് മാറാനൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മളെപ്പോലെ തന്നെ സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഹി പ്രേയ്ഡ് ആൻഡ് ഹി പ്രേയ്ഡ് അഗെയിൻ. അവൻ പ്രാർത്ഥിച്ചു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആ വീണ്ടും ഒരു 5-8 പ്രാവശ്യം എഴുതിയാലും തിരക്കേടില്ല. അവൻ ഒരു പ്രാവശ്യം വീണ്ടും പ്രാർത്ഥിച്ചെന്നല്ല, നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കും? പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, പിന്നെ നമ്മൾ മടുത്തു പോകും. കർത്താവ് പറഞ്ഞ് അങ്ങനെയല്ല, മടുത്തു പോകാതെ എപ്പോഴും വീണ്ടും 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 പ്രാർത്ഥിക്കണം. യഹോവയ്ക്കായി കാത്തിരിക്കണമെന്ന് പറഞ്ഞതുപോലെ അവൻ വരുന്നത് വരെയും അങ്ങനെ പ്രാർത്ഥിച്ച ഒരു പ്രവാചകനാണ് ഏലിയാവ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഏലിയാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് ഓൾവേസ് ഹാസ് എ മാൻ ടു മാച്ച് ദി അവർ. ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ആളുകൾ ഈ ലോകത്തിൽ ദൈവം ഒരുക്കി അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ യു വിൽ ബി ദാറ്റ് പേഴ്സൺ. പണ്ട് D.L. മൂഡി അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴാണ്, ദ വേൾഡ് ഹാസ് നെവർ സീൻ എ മാൻ ഹും ഗോഡ് ക്യാൻ യൂസ് ഇഫ് ഹി സറണ്ടേഴ്സ് ഹിംസെൽഫ് ടു ഗോഡ്. ദൈവത്തിനായിട്ട് തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനിൽ കൂടി ദൈവം ഈ ലോകത്തിൽ എന്ത് പ്രവർത്തിക്കുമെന്നുള്ളത് ലോകം ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു പ്രസംഗം അദ്ദേഹം കേട്ടു. അപ്പോൾ നമ്മളും അത് കേട്ടെങ്കിൽ നമ്മളും വിചാരിച്ചതിനേയും ശരിയാണ്, കാണാനിരിക്കുന്നതേ ഉള്ളൂ. നല്ല പ്രസംഗം, അങ്ങനെ ഒരെണ്ണം കാണാനിരിക്കുന്നത്. പക്ഷേ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന മൂടി എന്ത് തീരുമാനിച്ചു നിങ്ങൾക്കറിയാം? ഐ വിൽ ബി ദാറ്റ് പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഞാനായിരിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ തീരുമാനം കണ്ട ദൈവം അവനെ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏലിയാവിനെ പോലെ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് എന്നെയും നിങ്ങളെയൊക്കെ ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം. തക്ക സമയത്ത് ദൈവം നമ്മെ ഉപയോഗിക്കും എന്ന് ഓർക്കുക. ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ആഹാബിനോട് പറഞ്ഞ കാര്യങ്ങളും അത് സംഭവിച്ച കാര്യങ്ങളും ആഹാബിൻ്റെ അന്ത്യവും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതായതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇത് അറിയാൻ മേലാത്തതുകൊണ്ടല്ല, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട്. 19-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. 19-ാം അധ്യായത്തിൻ്റെ 15-16. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹൂവിനെ
ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സഫാത്തിന്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും വേണം. സോ ബിഫോർ ഹിസ് ഡെത്ത് ഹി വാസ് ഗിവൺ എ ഗ്രേറ്റ് മിഷൻ. മരിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ദൗത്യം കൊടുത്തു. 2 രാജാക്കന്മാരെയും ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്യണം. ആർക്കൊക്കെയാണ് രാജാവ്? ഒന്ന് ഇസ്രായേലിനൊരു രാജാവ്, അരാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സിറിയയ്ക്ക് ഒരു രാജാവ്, പിന്നെ ഏലിയാവിൻ്റെ ശുശ്രൂഷ കഴിയുമ്പോൾ ഈ ശുശ്രൂഷ തുടരുന്നതിനായിട്ട് ഒരു ഏലീശയും. ഈ 3 കാര്യങ്ങൾ ക്രമീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറയുന്നത്. 2 രാജാക്കന്മാരും ഒരു പ്രവാചകനും. അവരെ വാഴിക്കുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതകരമായിട്ട് ഏലിയാവിന് ദർശനവും കരുത്തും കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഏലിയാവ് നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ വഴി ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെ തന്നെ തിരിച്ചുവിടുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യമാണ്. ഒരു രാജ്യചരിത്രം തിരിച്ചുവിടുവാൻ. ഏലിയാവ് സമസ്വഭാവമുള്ളവനായിരുന്നെങ്കിലും ദേശത്ത് മഴ പെയ്യാതിരിക്കുവാനും മഴ പെയ്യുവാനും ഒക്കെയാണ് പ്രാർത്ഥിച്ചത്. യാക്കോബിൻ്റെ റിപ്പോർട്ടും നമുക്ക് പഴയ നിയമ ചരിത്രവും കൂടെ നോക്കുമ്പോൾ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഗതിയെ നിയന്ത്രിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ശുശ്രൂഷയൊക്കെ ദൈവം കാണുന്നുണ്ട്. നമുക്കൊക്കെ ആ തരത്തിലുള്ള ശുശ്രൂഷകളിലേക്ക് വരാനായിട്ട് കഴിയും എന്ന് ഓർക്കുക. നമുക്ക് ഏലിയാവിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇച്ചിരി പ്രസംഗിച്ചു പോയി. അത് നിങ്ങൾ ക്ഷമിക്കുക, ബാക്കി നിങ്ങൾ തന്നെ പഠിക്കുക. നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 2:19. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളണമെന്നും ആകുന്നു അതിൻ്റെ മുദ്ര. ഈ വാക്യം എന്തിനാ വായിച്ചതെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ എന്ന് എനിക്ക് സംശയം. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴും വ്യക്തികളിൽ കൂടിയാണ്. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ. ദൈവം വ്യക്തികളിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയാൽ ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. 1 man with God is majority. ദൈവവും ഒരാളും ഉണ്ടെങ്കിൽ ദൈവത്തിന് ഈ ലോകത്തിൽ ഏത് കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണ് ഈ ഭൂമിയിലൊക്കെയും ഊടാടി. അതാണ് ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം. രാജ്യങ്ങളല്ല, പ്രസ്ഥാനങ്ങളല്ല, പ്രോജക്റ്റുകളല്ല, പീപ്പിൾ. ദൈവത്തിന് വേണ്ടത് ആളുകളെയാണ്. ആ സ്ഥിരമായ അടിസ്ഥാനം എപ്പോഴും നിൽക്കുന്നു. എന്നിട്ട് പറയാണ്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. നമ്മളിന്ന് രാവിലെയും പഠിച്ചതാണ്. ഞാൻ കർത്താവിനെ അറിയുന്നു, കർത്താവ് എന്നെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, കർത്താവിനെ അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ പാപത്തിൽ തുടരാൻ ഒക്കുകയില്ല. കർത്താവിനെ അറിയാമെന്ന് പറഞ്ഞാൽ ഏലിയാവിനെ പോലെ അനീതിക്കെതിരെ, പാപത്തിനെതിരെ ശക്തമായ, കർക്കശമായ, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുന്നവനായിരിക്കും. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കും. ഒരു ഇണയില്ലാപ്പിണയും കൂടാനായിട്ട് അനുവാദമില്ല. എ സ്ട്രോങ്, ബിക്കോസ് ദൈവം എങ്ങനെയാണ്? അനീതി, അകൃത്യം കാണുവാൻ കഴിയാത്ത കണ്ണുള്ളവനാണ്. ദൈവത്തിന് ഒരു തരത്തിലും പാപവുമായിട്ട് യാതൊരു ഇടപാടും, ഒരു ബന്ധവും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അല്ലേ, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും യോഹന്നാൻ അപ്പോസ്തലൻ്റെ ലേഖനം വായിക്കേണ്ടി വരും. അവിടെ പറയാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ദൈവത്തോട് കൂട്ടായ്മയില്ലാതിരിക്കുകയൊക്കെ ചെയ്താൽ അവൻ കള്ളൻ. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം അപ്പോഴും നിൽക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അനീതി വിട്ടാകുന്ന ദൈവത്തോട് കൂടെ മാത്രം അവൻ ഏകാഗ്രമായിട്ട് നിൽക്കുവാനായിട്ട് ശ്രമിച്ചാൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അവൻ തനിക്കുള്ളവരെ തക്ക സമയത്ത് എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ് ആര്? ഏലിയാവ്. അപ്പോൾ ആ ഏലിയാവിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഗവേഷണം ചെയ്യണം, കൂടുതൽ പഠിക്കണം. നമുക്ക് ബൈബിൾ സർവേ ആയതുകൊണ്ട്, ഏലിയാവ് സർവേ അല്ല, ബൈബിൾ സർവേ ആയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ച യൊരോബയാമിനെയും രഹബയാമിനെയും നമുക്ക് ഓർക്കാം. യൊരോബയാമിൻ്റെ പാപം എന്തായിരുന്നു? പാപം ചെയ്യുകയും ജനത്തെ കൊണ്ട് പാപം ചെയ്യിക്കുകയും. എന്നാൽ അതിനെതിരായിട്ട് ദൈവം തക്ക സമയത്ത് ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ ഈ ദേശത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത്, ഈ ലോകത്ത്, ഈ ദേശത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ
ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. തക്ക സമയത്ത് ദൈവം ചില ആളുകളെ എഴുന്നേൽപ്പിക്കും എന്നുള്ള കാര്യം ഓർക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, തിരുസനിലേക്ക് അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം പരിശോധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. യൊരോബയാമിനെ പോലെ കർത്താവെ, ദൈവത്തിൻ്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞിട്ടും സത്യത്തിന് വിരോധമായിട്ട് നിന്ന് പാപം ചെയ്യുകയും ജനത്തെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുന്നവരായിട്ടിരിക്കുവാനല്ല, കർത്താവ് പാപത്തോട് യാതൊരു വിധത്തിലും കൂടാതെ ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിൽക്കുന്നതുകൊണ്ട് ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, നീതിമാൻ തന്നെ തന്നെ നീതീകരിക്കുവാൻ നിൻ്റെ വചനം ഞങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ കർത്താവ് ഏലിയാവിനെ പോലെ ദൈവത്തെ സേവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവ് ധാരാളം സമയം പ്രാർത്ഥിക്കുവാനും നീ ഞങ്ങളോട് പ്രവർത്തിക്കുവാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും കർത്താവിന് വേണ്ടി ധീരതയോടെ ഉള്ളവരായി നിൽക്കുവാനും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള ഏലിയാവിനെ നീ ഉപയോഗിച്ചുവെങ്കിൽ ഞങ്ങളെ ഉപയോഗിക്കുവാൻ നീ മതിയായവനെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.